ഹായ് ഹലോ എൻ്റെ പേര് സോ മൈക്രോസോഫ്റ്റ് ഈ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി വിൻഡോസ് 11 അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ വിൻഡോസ് 11 അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ വിൻഡോസ് 11 നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. സോ ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമോ എന്നറിയണം. അതിനുവേണ്ടി വിൻഡോസ് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരെ ക്രോമോ മറ്റേതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിൻഡോസ് 11 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ കാണാം ഡൗൺലോഡ് ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം ഒരു 13 MB മാത്രമേ ആ ആപ്പ് ഉള്ളൂ. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ മുകളിലായിട്ട് ചെക്ക് നൗ എന്ന് കാണാം. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യുമെന്ന് എഴുതി കാണിക്കും. അല്ല എങ്കിൽ നോട്ട് സപ്പോർട്ട് എന്നാണെങ്കിൽ ഒരു കാരണവശാലും വിൻഡോസ് 11 നിങ്ങളുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ആ ലാപ്ടോപ്പ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഇനി എങ്ങനെ വിൻഡോസ് 11 നിങ്ങളുടെ PC-യിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിൻഡോസ് 11 സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റിസൾട്ടിൽ ഫസ്റ്റ് തന്നെ വരും ഡൗൺലോഡ് വിൻഡോസ് 11 എന്നുണ്ടായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഞാൻ ഈ ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് ഉപയോഗിച്ചിട്ടാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ഇൻസ്റ്റാളേഷൻ മീഡിയ ആണ്. ഇതെന്ത് സംഭവിച്ചാൽ നിങ്ങളുടെ കയ്യിൽ പെൻഡ്രൈവ് അതുപോലെ CD ഒക്കെ ഉണ്ടെങ്കിൽ വിൻഡോസ് 11 അതിലേക്ക് കയറ്റിയ ശേഷം വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അടുത്തതായി വരുന്നത് വിൻഡോസ് 11 ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതും ഫസ്റ്റ് ഞാൻ രണ്ടാമത് പറഞ്ഞതും പിന്നെ മൂന്നാമത് പറഞ്ഞുപോയ മെത്തേഡുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഞാനിവിടെ ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് ഉപയോഗിച്ചിട്ടാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് പക്ക സ്ലോ ആണെങ്കിൽ മാത്രം ISO ഫയൽ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ നിർത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ക്യാമറ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കവിടെ 3 സ്റ്റെപ്പുകളായിട്ടാണ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് VIയുടെ നെറ്റ്വർക്കാണ്. അവർക്ക് രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു ഓഫറുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് ഉപയോഗിക്കാം, അതും ഹൈ സ്പീഡിൽ. VIയുടെ അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ VIയുടെ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 249 രൂപയോ അതിൽ കൂടുതലോ റീചാർജ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അൺലിമിറ്റഡ് പ്ലാൻ ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ മൊബൈൽ ഡാറ്റ സാധാരണ 1.5 GB മാത്രമാണ് ഉണ്ടായിരിക്കുക. സോ അത് ഉപയോഗിച്ചിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ വിൻഡോസ് 11 അപ്ഡേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്ര ഡാറ്റ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 GB അടുത്താണ് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 GB കയറ്റുന്ന ഒരു നോർമൽ യൂസറിന് ഒരു കാരണവശാലും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടിലോ അഥവാ നിങ്ങളുടെ വർക്ക് സൈറ്റിലോ അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ട് വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇത് 3 സ്റ്റെപ്പായി നടക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം 3-4 മണിക്കൂറിൻ്റെ അടുത്താണ് എനിക്ക് വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് 100% ആയി കഴിഞ്ഞാൽ നമുക്കവിടെ താഴത്ത് 2 ഓപ്ഷൻ വരും, റീബൂട്ട് ലേറ്റർ ഓർ റീബൂട്ട് നൗ. നമ്മൾ റീബൂട്ട് നൗ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിൻഡോസിൻ്റെ 11 ഇൻസ്റ്റാളേഷൻ നടക്കുന്നതാണ്. നിങ്ങൾ അപ്പോൾ ബിസിയാണ്, പിന്നെ നമുക്ക് റീബൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ റീബൂട്ട് ലേറ്റർ എന്ന് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റീബൂട്ട് നൗ ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എന്തായാലും ഇതുണ്ടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്കിവിടെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലാപ്പ് എടുക്കുന്നത് രാവിലെയാണ്. ഓക്കെ, ഒക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാം നമുക്കിവിടെ ഇൻ്റർഫേസ് ഒക്കെ മാറിയതായിട്ട് കാണാം. നമ്മുടെ വിൻഡോസ് 10ൻ്റെ ഇൻ്റർഫേസ് ഇതെല്ലാം നമുക്കറിയാം. ലോക്ക് സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിത് അൺലോക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു, ഒരു 5-10 മിനിറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വിൻഡോസ് 11 ഓപ്പണായി വന്നു. നമുക്കിവിടെ കാണാവുന്നതാണ് അല്ല കിടിലൻ ഡിസൈനുകളൊക്കെ ആയിട്ടാണ് വിൻഡോസ് 11 വരവ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷനൊക്കെ കിടിലായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആണ്, നമുക്ക് വലിയ പണിയൊന്നും ഇതിൽ വരുന്നില്ല. നല്ലൊരു ഇൻ്റർനെറ്റ് മാത്രമാണ് വിൻഡോസ് 11 അപ്ഡേഷൻ നമുക്ക് വേണ്ടത്. നിങ്ങളെ ഇൻ്റർനെറ്റ് നല്ല കിടിലം ഭയങ്കര സ്പീഡൊന്നും വേണ്ട, ഒരു നോർമൽ സ്പീഡ് ഉണ്ടായാൽ തന്നെ നമുക്കിവിടെ വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പുതിയ അടിപൊളി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. സോ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.